വെൽക്കം ടു മൈ ചാനൽ ബേബി ചേച്ചർ. ഇന്ന് ഡിസംബർ മാസത്തിൽ വീണ്ടും എൻ്റെ രണ്ടാമത്തെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വരുന്നത്. അതൊരു ക്യാരറ്റ് കേക്ക് ആണ്. നിങ്ങൾ ക്യാരറ്റ് കേക്ക് പല യൂട്യൂബേഴ്സും ചെയ്ത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ ക്യാരറ്റ് കേക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് പീപ്പിളിന് കൂടെ കഴിക്കാൻ പറ്റുന്ന ക്യാരറ്റ് കേക്ക് ആണ്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ വഴിയെ കാണിക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമ്മളെ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഈ പാന് അടുപ്പത്ത് വെച്ചു. ഇനി അതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 കപ്പ് ജാഗരിയാണ്, കരിപ്പട്ടിയുടെയാണ് ഇത്. ഇനി അതല്ല, ജാഗരി പൗഡർ ഇപ്പോഴത്തെ കാലത്ത് കിട്ടുന്നുണ്ട്, അതായത് നമുക്ക് എടുക്കാം. അപ്പൊ അത് 1 കപ്പ് ഞാൻ ചേർത്തു. അതിനകത്തേക്ക് വീണ്ടും 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ മെൽറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, 1 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് അത് മെൽറ്റ് ചെയ്യാൻ പോവാണ്. ഇനി നന്നായിട്ട് ഇത് മെൽറ്റ് ആവണം. 2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ആണ്. നമ്മൾ ഈ 2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ആണ് ഇടുന്നത്. അതിന്റെ കൂടത്തിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഓഫ് റേസിൻസ്, കറുത്ത മുന്തിരി, ഡ്രൈ മുന്തിരി, കിസ്മിസ്, അതാ യെസ്, അതും കൂടി ഇടുകയാണ്. ഇനി ഇത് ഏകദേശം ഒരു 3 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ച് പറ്റിച്ചെടുക്കുക. അപ്പൊ ഇതാ ഒരു 3 മിനിറ്റ് കൂടെ നന്നായിട്ട് ഇത് വേവിച്ചിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 കപ്പ് 250 ml 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്, വീറ്റ് ഫ്ലവർ. അതാണ് ഞാൻ പറഞ്ഞത് ഡയബറ്റിക് ഫ്രണ്ട്ലി എന്ന് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് 2 കപ്പ്. ഇനി ഞാൻ ഈ 2 കപ്പ് ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. സീവ് ചെയ്യുന്നതിന് മുൻപ് അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണ് എടുത്ത് മാറ്റുകയാണ്. 2 ടേബിൾ സ്പൂൺ എടുത്ത് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഞാൻ എടുത്ത് മാറ്റുകയാണ്. അതിന് പകരമായിട്ട് അങ്ങോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ഇടുകയാണ്. ഓക്കെ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അതിൻ്റെ കൂട്ടത്തില് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയെല്ലാം കൂടി ഇട്ടിട്ടാണ് നന്നായിട്ട് സീവ് ചെയ്യാൻ പോവാം. സീവ് ചെയ്യാൻ ഒരു 3 ടൈംസ് എങ്കിലും ഞാൻ സീവ് ചെയ്യും. 3 പ്രാവശ്യം നമ്മൾ അരിച്ചു മാറ്റാൻ പോവാണേ. നമ്മളിപ്പോ 3ാമത്തെ പ്രാവശ്യം കൂടെ അരിച്ചു. എന്തിനാ ഈ 3 പ്രാവശ്യം സീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, അതെല്ലാം ഒരേ അളവിൽ എല്ലാ മാവില് മൊത്തത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 3 പ്രാവശ്യമായിട്ട് സീവ് ചെയ്യുന്നത്. ഓക്കെ, 3 പ്രാവശ്യം ഞാൻ നല്ലതുപോലെ അരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതാ ഇത് വന്നിട്ട് ഞങ്ങൾ വലിയ ബൗളിലേക്ക് ഞാൻ മാറ്റുവാണ്. ഷുഗറിന് പകരം വീണ്ടും പറഞ്ഞ് ജാഗരി വെച്ചിട്ടാണ് ഏകദേശം 1 കപ്പോളം ജാഗരി എടുത്തിട്ടുണ്ട്. ആ ജാഗരിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓഫ് പൗഡേർഡ് ക്ലോവ്, അതായത് ഗ്രാമ്പൂ പൊടിച്ചത് കേട്ടോ, ഗ്രാമ്പൂ പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ഇതിനകത്തേക്ക് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 എഗ്സ് ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ്. 4 എണ്ണം. എന്റെ താറാവാണ് മുട്ട തരുന്നത് കേട്ടോ, പക്ഷെ താറാവിന്റെ മുട്ടയില്ല, കോഴിമുട്ട തരുന്ന താറാവാണ്. അങ്ങനെ 4 എഗ്. അതിന്റെ കൂട്ടത്തിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ്, 1 2 ടീസ്പൂൺ വാനില എസൻസ്. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. 1 കപ്പ് ജാഗരി പൗഡറും 1 ടീസ്പൂൺ ക്ലോവിന്റെ പൗഡറും, അതായത് ഗ്രാമ്പൂവിന്റെ പൗഡർ, സോറിയേ, അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് അടിക്കുക, ഒരു 30 സെക്കൻഡ്സ് കേട്ടോ. ഇനി നമ്മൾ 250 ml കപ്പിൽ
ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട്. ഇതാ നമ്മൾ നേരത്തെ ആക്കി വെച്ച ക്യാരറ്റ് മിക്സ് ഞാനത് വലിയ ബൗളിലേക്ക് മാറ്റുകയാണ്. നമ്മളിത് വേവിച്ച് വെച്ച ക്യാരറ്റ് മിക്സിലേക്ക് ഇപ്പം അത് മിക്സിയിൽ അടിച്ച് അത് ഞാനിങ്ങനെ ഒഴിക്കുവാണ്. ഈ മിക്സ് ചെയ്തതിനകത്തോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മൈദ കോട്ടഡ് ആണ്. മൈദയായിട്ട് എന്തിനാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മൾ ഇട്ടുപോയി എല്ലാം കൂടെ അങ്ങ് താഴേക്ക് പോയിട്ട് അടിയും. അങ്ങനെ അടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദയിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഇടുന്നത്. ഓക്കെ, കുറച്ചായിട്ട് ഞാൻ ഇടാൻ പോവുകയാണ്. ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഈ ലാസ്റ്റിലായിട്ട് 4ാമത്തെ പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ 2 കപ്പ് വീറ്റ് ഫ്ലവറിൻ്റെ ഇട്ട് കഴിഞ്ഞിട്ട് 4 പ്രാവശ്യമായിട്ട് ടൈം എടുത്തു. അപ്പം നമുക്ക് ഫ്ലവർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിയിലത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിപ്പോൾ ഇത്രയും നേരമായിട്ട് കുഴച്ചപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാനിത് കേക്കിംഗ് ടിന്നിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഓക്കെ, ഞാൻ ചെറിയൊരു സ്റ്റാറിൻ്റെ ഷേപ്പിലുണ്ട്. ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ നമ്മൾ സ്റ്റാറിൻ്റെ ഷേപ്പിൽ തന്നെ ഡയബറ്റിക് ഫ്രണ്ട്ലി കേക്ക് വരാൻ നോക്കാൻ വെച്ചു. ഓക്കെ, ഞാൻ അതിനകത്ത് കൂടെ കുറച്ച് നന്നായിട്ട് ടാപ്പ് ചെയ്യണം. അതായത് അതിനകത്ത് ബബിൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരിയാവില്ല. നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇനി നമ്മളൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കുക. ഓക്കെ, ഇനി നമ്മളിത് ഓവനിലേക്ക് വെക്കാൻ പോവാണ്, OTGയിലേക്ക് വെക്കാൻ പോവാണ്. ഞാനിപ്പം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഓവനാണ് OTG. അതിനകത്തേക്കാണ് ഞാൻ കയറ്റാൻ പോകുന്നത്. ഓക്കെ, ഇനി 180 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സ്. 30 ആണെങ്കിൽ നിങ്ങളൊന്ന് നോക്കണം, ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 35 മിനിറ്റ്സ്. ഏകദേശം ഒരു 30 മിനിറ്റ്സ് ആയി. ഞാൻ 30-35 മിനിറ്റ്സ് എന്ന് പറഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ എന്താ സ്ഥിതി എന്നുള്ളത്. എന്ന് നോക്കട്ടെ. സ്കീയോടെ വെച്ച് കുത്തി നോക്കുകയാണ്. ആയിട്ടില്ല. ഒരു 35 മിനിറ്റ്സ് തന്നെ വേണം തോന്നുന്നുണ്ട്. അപ്പോൾ 30 മിനിറ്റ്സേ ആയിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ്സും കൂടി ഇരിക്കട്ടെ, എന്നിട്ട് നോക്കാം. ഏകദേശം 35 അല്ല 40 മിനിറ്റ്സ്, 35 ആയപ്പോൾ എനിക്ക് ഒരു കുറച്ചും കൂടി ഇരിക്കട്ടെ തോന്നി കേട്ടോ. അങ്ങനെ എന്നത് സ്ക്യൂർ വെച്ചിട്ട് ഞാൻ ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. ഒട്ടും തന്നെ ഒട്ടാതെ വന്ന് അതിനർത്ഥം കേക്കിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. ഒട്ടും ഇതില്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ വെരി സോഫ്റ്റ് ടെസ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, ഞാനിങ്ങനെ നല്ല ചൂടുണ്ട്, എന്നിരുന്നാലും കൂടെ കണ്ട ഇങ്ങനെ പ്രസ് ചെയ്താൽ പോലും പൊങ്ങി മുകളിലോട്ട് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നമുക്ക് എത്ര സോഫ്റ്റ് ആയിട്ടാണ് കേക്ക് വന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി സോഫ്റ്റ്. ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയാൽ തന്നെ പൊടിഞ്ഞു പോകും. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഞാനൊന്ന് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കാണ്ട് പറയല്ല, വെരി ടേസ്റ്റി. ഈ മോൾഡ് കണ്ടിട്ടേ നല്ല എന്താ പറയാ, ഒരു പ്രത്യേക ഒരു ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ ഡയബറ്റിക് പീപ്പിളിന് കഴിക്കാൻ പറ്റുന്ന കേക്ക് നിങ്ങൾ ഉണ്ടാക്കി കാണിച്ച് നിങ്ങൾക്കത് ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.